ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. GPT-5 എത്തിക്കഴിഞ്ഞു. ഓപ്പൺ ഏറ്റവും പുതിയതും പവർഫുള്ളും വേർഷൻ ആയിട്ടുള്ള GPT-5 റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽസിനേക്കാളും ഒക്കെ സൂപ്പർ പെർഫോമൻസ് ആണ് ഈ ഒരു GPT-5 മോഡൽ കാഴ്ചവെക്കുന്നത്. കോഡിങ്, മാത്സ്, റൈറ്റിംഗ്, ഹെൽത്ത്, വിഷ്വൽ പെർസ്പെക്ഷൻ തുടങ്ങിയ ഡിഫറെൻറ്റ് ഏരിയാസിലാണ് GPT-5 സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡൽസിനേക്കാളും കൂടുതൽ സ്പീഡ്, ആക്യുറസിയും ഇൻ്റലിജൻസും ഈ ഒരു GPT-5 മോഡലിനാണ് കൂടുതലുള്ളത്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് ആക്ട് ചെയ്യാനും ഈ ഒരു മോഡലിന് സാധിക്കും. മരീന ബോർഡ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന മോഡൽ ഇപ്പോൾ GPT-5 ആണ്. GPT-5ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GPT-5 ഒരു യൂണിഫൈഡ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം നൽകാനും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ തിങ്ക് ചെയ്ത് എക്സ്പെർട്ട് ലെവല് ആൻസേഴ്സ് നൽകാനും ഇതിന് കഴിയും. നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പ്ലസ് അല്ലെങ്കിൽ പ്രോ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് കാണാനായിട്ട് പറ്റുമായിരുന്നു, അല്ലേ? GPT-4, O3 മിനി, അങ്ങനെ പല പല മോഡൽസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ പല മോഡൽസും പല ടാസ്കുകൾക്കാണ് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്. ചിലത് കോഡിങ്ങിന് നല്ലതായിരുന്നു, ചിലത് റൈറ്റിങ്ങിന് നല്ലതായിരുന്നു, ചിലത് തിങ്കിങ്ങിന് നല്ലതായിരുന്നു. അങ്ങനെ പലതും പല ടാസ്കുകൾക്കായിരുന്നു ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു ഏത് മോഡൽ ചൂസ് ചെയ്യണം എന്നുള്ളത്, അല്ലേ? പക്ഷേ ഇപ്പോൾ GPT-5 വന്നതോടെ തന്നെ ഇതൊരു യൂണിഫൈഡ് സിസ്റ്റം ആയി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടാസ്ക് അനുസരിച്ച് അത് ഒരുപാട് തിങ്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഈ മോഡൽ തന്നെ ഡിസൈഡ് ചെയ്ത് അത് തിങ്ക് ചെയ്തോളും. സിമ്പിളായിട്ട് പറയേണ്ട ആൻസർ ആണെങ്കിൽ അത് തന്നെ അതനുസരിച്ച് സിമ്പിളായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് തരാനായിട്ടുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. എപ്പോഴാണ് വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യണം, എപ്പോൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനും ഒരു റിയൽ ടൈം റൂട്ടറിൻ്റെ ഹെൽപ്പോടു കൂടി GPT-5 കഴിയും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അപ്ഗ്രേഡഡ് കോഡിംഗ് സ്കിൽസ് ആണ്. ഇറ്റ്സ് അവർ സ്ട്രോങ്ങസ്റ്റ് കോഡിംഗ് മോഡൽ ടു ഡേറ്റ് എന്നാണ് OpenAI പറഞ്ഞിരിക്കുന്നത്. കോംപ്ലെക്സ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ജനറേഷൻസ്, അതുപോലെ വലിയ കോഡ് റെപ്പോസിറ്ററീസ് ഡീബഗ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്സിൽ നിന്നും ബ്യൂട്ടിഫുള്ളും റെസ്പോൺസീവുമായിട്ടുള്ള വെബ്സൈറ്റ്, ആപ്സ്, ഗെയിംസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് GPT-5 മോഡൽ വെച്ച് കഴിയും. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ മോർ റിലയബിൾ ആയിട്ടുള്ള ഹെൽത്ത് ആൻസേഴ്സ് തരും എന്നുള്ളതാണ്. നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള മറുപടി നൽകാനായിട്ട് GPT-5 കഴിയും. ഇതൊരു മെഡിക്കൽ ഡോക്ടറിനൊന്നും ഒരു പകരമാകും എന്നല്ല പറയുന്നത്, പക്ഷേ ഹെൽത്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും യൂസേഴ്സിനെ GPT-5 മോഡൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്ന് OpenAI പറയുന്നുണ്ട്. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂവർ ഹാലുസിനേഷൻസ് ആണ്. AI ഒരു മെയിൻ പ്രോബ്ലമാണ് ഹാലുസിനേഷൻസ്, അഥവാ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരുമെന്നുള്ളത്. GPT-5 ഒരുപാട് ഈ ഒരു ഹാലുസിനേഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും അക്യുറേറ്റും അതുപോലെ റിലയബിളും ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് തരും എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും. അടുത്ത ഫീച്ചർ ഇംപ്രൂവ്ഡ് കോൺവെർസേഷണൽ എബിലിറ്റീസ് ആണ്. നമ്മളുടെ കോൺവെർസേഷൻസ് GPT-5 അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നാച്ചുറലായി തോന്നിക്കുന്ന രീതിയിലാണ് GPT-5 നമുക്ക് അതിനുള്ള റിപ്ലൈസ് തരുന്നത്. GPT-5 വോയിസ് മോഡ് കൂടുതൽ മെച്ചപ്പെട്ടതും അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ കോൺവെർസേഷനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതുമാണ്. ഇനി GPT-5 ആർക്കൊക്കെ ആക്സസ് ചെയ്യാം നമുക്ക് നോക്കാം. ഏറ്റവും ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂസേഴ്സിനും GPT-5 അവൈലബിൾ ആണ്. ഫ്രീ ടയർ ഉപയോഗിക്കുന്നവർക്കും GPT-5 അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് യൂസേജ് ലിമിറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലസ് ആൻഡ് പ്രോ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ യൂസേജ് ലിമിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ChatGPT ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ മോഡൽസ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുന്നിടത്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു മോഡലാണ് കാണാൻ പറ്റുള്ളൂ, GPT-5 എന്ന് പറയുന്ന മോഡൽ. അതുപോലെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് കാണിക്കുന്നുണ്ട്. അതർ മോഡൽസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ GPT-5 തിങ്കിങ് മോഡലും കാണിക്കും, GPT-5 പ്രോ മോഡലും കാണിക്കും. പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് GPT-5 തിങ്കിങ് മോഡൽ അവൈലബിൾ
അവൈലബിൾ ആണ്. പ്രോ ആയിട്ടുള്ളത് നമ്മൾക്ക് പ്രോ വേർഷനിലുള്ളവർക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവർ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് ഇൻട്രൊഡ്യൂസിങ് GPT-5. അതുപോലെ ChatGPT now has our smartest, fastest and most useful model yet with thinking built in, so you get the best answer every time. നമ്മൾ നേരത്തെ ഡീപ്പ് റിസർച്ചെന്നോ തിങ്കെന്നോ ഒന്നും നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. GPT-5 മോഡലിൻ്റെ ഉള്ളിൽ തിങ്കിങ് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. ഇനി നമ്മളിവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഡിഫറെൻ്റ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് തന്നെ. നമുക്ക് ഫയൽസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം, ഏജൻറ്റ് മോഡ് ഇവിടെ കാണുന്നുണ്ട്, ഡീപ്പ് റിസർച്ച് കാണുന്നുണ്ട്, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട്, തിങ്ക് ലോങ്ങർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാം, പിന്നെ നമ്മുടെ സ്റ്റഡി ആൻഡ് ലേൺ, വെബ് സെർച്ച്, ക്യാൻവാസ്, ഇതെല്ലാം നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് കേപ്പബിലിറ്റീസ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ഫുള്ളി റെസ്പോൺസീവ് ആൻഡ് മോഡേൺ ഫ്രണ്ട് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ യൂസിങ് റിയാക്ട് ആൻഡ് ടെയിൽവിൻ CSS. The app should feature a visually attractive admin dashboard with real-time data visualization and a clean, minimalistic and aesthetic. GPT-5ൻ്റെ ഏറ്റവും വലിയൊരു മറ്റ് GPT-4നെക്കാളും ഒക്കെ പറയുന്ന ഒരു ഫീച്ചറാണ് ഭയങ്കര ഫാസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഫ്രണ്ട് എൻഡിൻ്റെ കാര്യങ്ങൾ ഇത് സൂപ്പറായിട്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തത് GPT-5 ക്രിയേറ്റ് ചെയ്ത് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ റണ്ണ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും, ആദ്യം തന്നെ തിങ്കിങ് ലോങ്ങർ ഫോർ എ ബെറ്റർ റെസ്പോൺസ് എന്ന് കാണിക്കുന്നു. അതിനുശേഷമാണ് അത് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വിക്കായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെങ്കിൽ ഗെറ്റ് എ ക്വിക്ക് ആൻസർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 23 സെക്കൻഡ്സ് അത് തിങ്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ കോഡ് റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ടാസ്ക് കൊടുത്തിട്ട് നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ട് എൻഡ് വെബ് ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് GPT-5 തന്നിട്ടുണ്ടാവും. മോസ്റ്റ് അഡ്വാൻസ്ഡ് മോഡലാണ്, ഹ്യൂജ് കേപ്പബിലിറ്റീസ് ആണ് ഇതിന് ഉള്ളത്. നേരത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഈ ക്യാൻവാസ് ഓപ്പൺ ആക്കി കുറച്ച് സ്ലോവർ ആയിട്ടായിരുന്നു നമുക്ക് ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് GPT-4 മോഡൽ നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കുറച്ചും കൂടിയും ക്യുക്കറായിട്ടാണ് വേഗം കോഡ് റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട് എൻഡ് UI തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡാഷ്ബോർഡ്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് കാർഡ്സ്, അതുപോലെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോഴത്തേക്കിനും വരേണ്ട ഡിഫറെൻറ്റ് വാല്യൂസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇവിടെയും അതുപോലെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു പൈ ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. റീസെൻ്റ് ഓർഡേഴ്സിൻ്റെ ഇത് തന്നിട്ടുണ്ട്. ഒരു ടാസ്കുകൾ ഇതാക്കുന്ന രീതിയിലുള്ള ഇതുമൊക്കെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് കോഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പൺ കൺസോൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കൺസോൾ കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് കോഡ് കാണണമെങ്കിൽ നമുക്ക് ഇത് ഒന്ന് റൺ കോഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോഡും കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളും പറയണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ ഒരു ഹ്യൂജ് ലീപ്പാണ് ശരിക്കും പറഞ്ഞാൽ GPT-5 വന്നതോടെ ഉള്ളത്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം. ഞാനിവിടെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ക്രിയേറ്റ് എ ഗെയിം ഇൻ HTML കോൾഡ് ഡെസേർട്ട് റണ്ണർ. അങ്ങനെ കുറച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും തിങ്കിങ് ലോങ്ങർ ഫോർ എ ബെറ്റർ ആൻസർ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റ് തിങ്ക് ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഗെയിം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. തോട്ട് ഫോർ 11 സെക്കൻഡ്സ് പറഞ്ഞു. പിന്നെ ക്യാൻവാസ് ഓപ്പൺ ആക്കി കോഡ് റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കോഡ് റൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മോഡലുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് റൈറ്റ് ചെയ്ത് കഴിയട്ടെ.
അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് GPT-5 ഇവിടെ കോഡ് ഫുള്ള് റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഈ കോഡ് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൺ യുവർ കോഡ് ഇൻ ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ റൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രസ് സ്റ്റാർട്ട് ടു റൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ എറർ മെസ്സേജസ് കാണിക്കുന്നുണ്ട്. കനോട്ട് ക്രിയേറ്റ് പ്രോപ്പർട്ടി ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഓൺ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഇത് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിത് എടുത്ത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിക്സ് ബഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ബഗ് ഫിക്സ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ അത് തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് ഇഷ്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് അത് കോഡ് റീറൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈൻ ബൈ ലൈനായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഐ ഫൗണ്ട് ആൻഡ് ഫിക്സ് ദ ബഗ്സ് ആൻഡ് റീറോഡ് ദ എൻറ്റയർ ഫയൽ ഇൻ ദ ക്യാൻവാസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റൺ കോഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ഗെയിം. ഓക്കെ, ഇത് നമുക്കിവിടെ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഗെയിം ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ജമ്പ് ചെയ്യുന്നതും നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നതും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ഇതിൽ കൊണ്ടതുകൊണ്ട് നമ്മുടെ ഗെയിം ഓവറായി. ഈ പ്ലേ അഗെയിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒന്നും കൂടി ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ GPT-5 ഉള്ളിൽ പോസിബിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു റൈറ്റിംഗ് കേപ്പബിലിറ്റീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 1200 വേർഡ് SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സബ് ഹെഡിങ്സും FAQസും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിവിടെ തിങ്കൊന്നും ചെയ്യണില്ല. ക്വിക്ക്ലി തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു ബ്ലോഗ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫുൾ കണ്ടൻറ്റ് ഇവിടെ വളരെ ക്വിക്കായിട്ട് തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത് ഫോളോ അപ്പ് ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. ഐ ക്യാൻ ക്രിയേറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ടൈറ്റിൽ, സ്കീമ മാർക്കപ്പ് ആൻഡ് ഇന്റേണൽ ലിങ്കിങ് സ്ട്രാറ്റജി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അതും ഇതെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അടുത്ത GPT-5 കുറിച്ച് പറഞ്ഞൊരു മെയിൻ കാര്യമാണ് അതിൻ്റെ ഹെൽത്ത് സജഷൻസ് നമുക്ക് തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ട്. ഐ സ്പ്രെയിൻ മൈ ആങ്കിൾ 2 weeks ago. വാട്ട് ഈസ് ദ സേഫ് പ്രോഗ്രഷൻ ഓഫ് റിക്കവറി എക്സസൈസസ് ഫ്രം നൗ അണ്ടിൽ ഫുൾ മൊബിലിറ്റി ആൻഡ് വാട്ട് സയൻസ് ഷുഡ് പ്രോം നീഡ് ടു സീക്ക് മെഡിക്കൽ റീവാലുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ChatGPT നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഒരു ഓരോ ഫേസിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ടിപ്പും നമുക്ക് തരുന്നുണ്ട്. ഈവൻ വെൻ പെയിൻ ഇസ് ഗോൺ, കീപ്പ് എ ബാലൻസ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 to 3 months. ഇഞ്ചുറി റിസ്ക് ഇസ് ഹൈ ഇഫ് യു സ്റ്റോപ്പ് ഏർലി എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ഫോളോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ഡേ ബൈ ഡേ 4 week റിക്കവറി വർക്കൗട്ട് പ്ലാൻ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരാം. ദാറ്റ് വേ യു ഡോണ്ട് റിസ്ക് ഓവർ ഡൂയിങ് ഇറ്റ്. വുഡ് യു ലൈക്ക് മീ ടു പ്രിപ്പയർ ദാറ്റ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഒരു ഹെൽത്ത് സജഷൻസും നമുക്ക് നല്ല രീതിയിൽ തരുന്ന ഒരു രീതിയിലാണ് ChatGPT-5 നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഇതാണ് GPT-5. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.